വയനാട്ടിൽ കോൺഗ്രസിന് വീണ്ടും തിരിച്ചടി. ടി സിദ്ദിഖ് MLA ഓഫീസ് ജീവനക്കാരൻ സാലി സംഘടനാ ഭാരവാഹിത്വം രാജിവെച്ചു. സംഘടനയ്ക്ക് വേണ്ടി പോരാടിയവരെ മറക്കുന്ന നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ് രാജി എന്നാണ് കത്തിലെ പരാമർശം. വിവരങ്ങളുമായി അർജുൻ PS ചേരുകയാണ്. അർജുൻ, ഈ കത്തിലെ പ്രധാന പരാമർശങ്ങൾ എന്തൊക്കെയാണ്? നേതൃത്വത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെയാണോ രാജി? തന്നെ അവഗണിച്ചു എന്നുള്ള തരത്തിൽ തന്നെയാണ് ഈ ഒരു രാജിക്കത്ത് നൽകിയിരിക്കുന്നത്. അതായത് തനിക്ക് നേരത്തെയും ഇത്തരത്തിലുള്ള അവഗണന നേരിടേണ്ടി വന്നിട്ടുണ്ട്. 13ഓളം കേസുകൾ തനിക്കെതിരെ ഉണ്ട്. ഇതിലൊക്കെ പലതിലും അറസ്റ്റ് വരിക്കേണ്ടിയും വന്നിട്ടുണ്ട്. പക്ഷേ യാതൊരു വിധത്തിലും ഈ നേതൃത്വം തന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും അതായത് സാലി റാട്ടക്കൊല്ലി പറയുന്നത്. പ്രധാനമായും ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സിദ്ദിഖ് MLA കൽപ്പറ്റ MLA സിദ്ദിഖിന്റെ ഓഫീസ് സ്റ്റാഫിലുള്ള ഒരു വ്യക്തി കൂടിയാണ്. മാത്രമല്ല യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ ഭാരവാഹിത്വത്തിലിരുന്ന ആളാണ്. ഇദ്ദേഹമാണ് ഇപ്പോൾ ഈ ഒരു സംഘടനാ ചുമതലയൊക്കെ രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നേരത്തെയും റാട്ടക്കൊല്ലി ഈ പ്രതിഷേധവുമായി ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹത്തിന് സീറ്റ് നൽകണമെന്ന്, അതായത് കൽപ്പറ്റ മണ്ഡലത്തിലെ എവിടെയെങ്കിലും സീറ്റ് നൽകണമെന്നുള്ള ഒരു ആവശ്യം ഇദ്ദേഹം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ യാതൊരു വിധത്തിലുള്ള ഒരു ആവശ്യവും ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അംഗീകരിക്കാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ വീണ്ടും രാജിവെക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് വലിയ തിരിച്ചടി തന്നെയാണ്. അതായത് MLAക്ക് വേണ്ടപ്പെട്ടയാൾ, MLAയുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നയാൾ, മാത്രമല്ല പല യൂത്ത് കോൺഗ്രസിലടക്കം വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് കോൺഗ്രസിനെ കാര്യമായി തന്നെ ബാധിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുരേഷ്, ശരി. വയനാട്ടിൽ നിന്നും അർജുനാണ് വിവരങ്ങൾ നൽകിയത്.